നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടി ശ്വേതാ മേനോനെതിരെ പരാതി. ലൈംഗിക ചുവയോടെയുള്ള അഭിനയം, അതിന്റെ ഭാഗമായിട്ടുള്ള സമ്പാദ്യം, ഇതൊക്കെയാണ് ഇവർക്കെതിരെ പരാതി നൽകാനുള്ള കാരണമായി മാറിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പോലീസിന് വീട്ടിലേക്ക് കയറിച്ചെന്ന് ശ്വേതാ മേനോനെ അറസ്റ്റ് ചെയ്യാനടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നടിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നാണ് വിവരം. നടി ഇതുവരെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. കേസ് നടക്കട്ടെ എന്നുള്ള ഒരു ഭാവത്തിലാണ് പോകുന്നതെന്നാണ് സൂചന. എന്തായാലും നടി ശ്വേതാ മേനോനെതിരെ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. പ്രത്യേകിച്ച് അമ്മ സംഘടനയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ആണ് ഇങ്ങനെയൊരു കേസ് ശ്വേതാ മേനോനെതിരെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ചർച്ചാ വിഷയമാകാൻ കാരണം. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടി ശ്വേതാ മേനോനെതിരെയാണ് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസ് നൽകിയിരിക്കുന്നത്. മാർട്ടിൻ മേനച്ചേരി എന്ന് പറയുന്ന വ്യക്തിയാണ് നടിക്കെതിരെ പരാതി നൽകിയത് എന്നാണ് വിവരം. എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സെൻട്രൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. IT നിയമത്തിലെ 67 ക്ലോസ് A വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ്. അശ്ലീല രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അമ്മയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഈ മാസം 15-ന് നടക്കാനിരിക്കെയാണ് ഉയർന്നുവരുന്ന ഒട്ടേറെ വിഷയങ്ങൾക്കിടയിൽ ഏറ്റവും ഒടുവിലായി ശ്വേതാ മേനോനെതിരെ ഇത്തരത്തിൽ അശ്ലീല രീതിയിലുള്ള അഭിനയം, അതിന്റെ ഭാഗമായിട്ട് സമ്പാദനം എന്നുള്ള രീതിയിൽ ഒരു കേസ് കൂടെ ഉയരുന്നില്ലെന്ന്. നടൻ ജഗദീഷ് പിന്മാറിയതോടെ ശ്വേതാ മേനോൻ സംഘടനയുടെ പ്രസിഡന്റാകാൻ സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടെയാണ് കേസ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ശ്വേതയും നടൻ ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത്. മത്സരം മുറുകുന്നതിനിടെയാണ് മുൻപ് അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങളുടെ പേരിൽ ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്വന്തം പ്രഗ്നൻസി സമയത്ത് എടുത്തിട്ടുള്ള സിനിമയായിട്ടുള്ള കളിമണ്ണ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ പരാതി നൽകിയതെന്നാണ് വിവരം. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്വേതാ മേനോൻ പണം സമ്പാദിച്ചു എന്നാണ് പരാതിയിൽ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ശ്വേതാ മേനോൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളും പരസ്യ ചിത്രങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം അടിസ്ഥാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരമൊരു ആരോപണത്തിന് അടിസ്ഥാനമായിട്ട് ഈ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. കാമസൂത്ര പരസ്യം, പാലേരി മാണിക്യം, രതിനിർവേദം, കളിമണ്ണ് തുടങ്ങിയിട്ടുള്ള സിനിമകൾ എന്നിവയിൽ ശ്വേതാ മേനോൻ ഇന്റിമേറ്റായി അഭിനയിച്ചിട്ടുണ്ട് എന്നും ഇതിലെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല വെബ്സൈറ്റുകളിലും വ്യാപകമായി പ്രചരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇവർക്കെതിരെ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ. നേരത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനിരിക്കുന്ന നടൻ ബാബുരാജ് തനിക്കെതിരെ ലൈംഗിക അതിക്രമ കേസുള്ള സാഹചര്യത്തിൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ബാബുരാജ് പിന്മാറണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു നടപടി. നിലവിൽ കുക്കു പരമേശ്വരൻ, രവീന്ദ്രൻ എന്നിവരാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് മത്സരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ശ്വേതാ മേനോനും സമാന രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലൈംഗികത തന്നെയായിട്ട് വിഷയമാക്കിക്കൊണ്ട് ഒരു പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അമ്മ തിരഞ്ഞെടുപ്പ് ആണോ ഇത്തരത്തിലൊരു പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ അമ്മ തിരഞ്ഞെടുപ്പിൽ നിന്നും ശ്വേതാ മേനോനെ പുറംതള്ളാനുള്ള ഒരു തരത്തിലുള്ള കേസായിട്ടാണോ ഇത് ഉടലെടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും നടിക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അത്ര നിസാരമായിട്ടുള്ള വകുപ്പുകളല്ല ചുമത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. IT നിയമത്തിലെ 67 ക്ലോസ് A വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് ഇവർക്കെതിരെ കേസ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പോലീസിന് വരെ വീട്ടിൽ നിന്ന് കയറി ചെന്ന് ശ്വേതയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കേസിന്റെ വകുപ്പുകൾ. IT നിയമത്തിലെ 67 ക്ലോസ് A വകുപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗിക ചേഷ്ടകൾ അടങ്ങിയ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ കൈമാറുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ഈ കുറ്റകൃത്യത്തിന് 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്നതാണ്. ആവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് ലഭിക്കുന്നത്. ഇതാണ് ശ്വേതാ മേനോനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പ്. അത് മാത്രമല്ല, വേശ്യാടനത്തിനൊപ്പം ആണ് ശ്വേതാ മേനോൻ എന്നുള്ള രീതിയിലും തോന്നിപ്പിക്കുന്ന ചില വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ടാണ് ഈ ഒരു വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചർച്ചയാകുന്നത്.
എന്തായാലും ഇവിടെയാണ് എന്തുകൊണ്ടാണ് നടൻ മോഹൻലാൽ അമ്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന്റെ പ്രസക്തി കൂടെ വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അമ്മ സംഘടനയിൽ ഒരുപക്ഷെ ഇനി എന്ത് വേണമെങ്കിലും എന്ത് തരത്തിൽ വേണമെങ്കിലും കാര്യങ്ങൾ പോകാമെന്ന് ഒരുപക്ഷെ മോഹൻലാൽ മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളൊരു സംശയം ഉടലെടുക്കുകയാണ്. ഇനി പേരുദോഷം ഉണ്ടാകാതിരിക്കാനാണോ നടൻ അത്തരത്തിലൊരു പിന്മാറ്റത്തിന് പിന്നിൽ എന്നുള്ളൊരു ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അതിനാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് അമ്മ സംഘടനയിലെ വീണ്ടും തിരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതിന്റെ ഒരു വ്യക്തത തന്നെയാണ് ഇപ്പോൾ പുതിയൊരു കേസ് കൂടെ ഉടലെടുത്തിലൂടെ വ്യക്തമാകുന്നത്. കുക്കു പരമേശ്വരനെതിരെയാണ് ആദ്യം മെമ്മറി കാർഡ് വിവാദമുണ്ടായത്. പൊന്നമ്മ ബാബുവും ഉഷയുമെല്ലാം ചേർന്നുകൊണ്ട് അത് ആളിക്കത്തിച്ചത് നമ്മൾ കണ്ടതാണ്. പോലീസ് കേസെടുക്കുമെന്നും വിലയിരുത്തൽ നടത്തുമെന്നും ഒക്കെയുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് പോയി. ജനറൽ സെക്രട്ടറിയായി മത്സരിക്കാൻ ആഗ്രഹിച്ച ബാബുരാജിനെതിരെയും ബലാത്സംഗ കേസടക്കമുണ്ടായി. കേസിലടക്കം ആരോപണ വിധേയർ മത്സരിക്കുന്നതിനെ ലാലും മമ്മൂട്ടിയും എതിർത്തു. പിന്നീട് അദ്ദേഹം പിന്മാറി. ഇതിന് പ്രതികാരമാണ് ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ അതിവിചിത്രമായിട്ടുള്ള കേസ് എന്ന വിലയിരുത്തലും ചിലയിടങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. കേസുള്ളവർ മത്സരിക്കേണ്ട എന്നാണ് പൊതുധാരണയെന്ന് വരുമ്പോൾ പരിഹാസത്തിലാണെങ്കിലും അത്തരമൊരു കേസായി ഇത് മാറുന്നു എന്നുള്ളൊരു സംശയവും പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നു. ശ്വേതയ്ക്ക് സാധ്യത വർദ്ധിച്ചെടുക്കുന്ന സാഹചര്യത്തിലാണ് കളങ്കിതയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇത്തരത്തിലൊരു ആസൂത്രിത നീക്കം നടന്നിട്ടുണ്ടാകുക എന്നുള്ള ഒരു അഭിപ്രായവും പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. എന്തായാലും അമ്മയിൽ പ്രസിഡന്റ് അലങ്കാരിക പദവി മാത്രമായിട്ട് മാറുകയാണ്. അന്തിമ തീരുമാനം പ്രസിഡന്റിന്റേതാണ് എങ്കിലും ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് ജനറൽ സെക്രട്ടറി ആണെന്നിരിക്കെ അത്ര പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്താൻ ശ്വേതയ്ക്ക് സാഹചര്യം ഒരുങ്ങുന്നു എന്ന് കാണുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാതി കൂടെ ഉയർന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ശ്വേതാ മേനോനെതിരായിട്ടുള്ള FIR കോടതി നിർദ്ദേശപ്രകാരമാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കോടതി ഉത്തരവിട്ടാൽ പോലീസിന് വേറെ വഴിയില്ല എന്നും കോടതി ഉത്തരവിട്ടാൽ ഏത് പരാതിയിലും FIR ഇടണം എന്നും അന്വേഷണം നടക്കുമെന്നുമാണ് SP സിബി ടോം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. FIR-ൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പ്രതി സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഗൂഢ ഉദ്ദേശത്തോടെ കരുതലോടും കൂടി സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും മറ്റുള്ളവർക്ക് അറപ്പുളവാക്കുന്ന വിധത്തിൽ നഗ്നതയോടെ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റുകളിലൂടെയും പ്രചരിപ്പിച്ച് വൾഗറായ സെക്സ് സിനിമ നടിയെന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം നടത്തി വരുമാനം ഉണ്ടാക്കുന്നു എന്ന കാര്യം. അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന് ആരോപിച്ചാണ് ശ്വേതാ മേനോനെതിരെ കേസ്. കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മാർട്ടിൻ മേനശ്ശേരി എന്ന് പറയുന്നയാളാണ് പരാതി നൽകിയതെന്നാണ് വിവരം. IT നിയമത്തിലെ 67 ക്ലോസ് A വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ്. അശ്ലീല രംഗങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് പരാതിയിൽ പറയുന്നു. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായിട്ടുള്ള അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ശ്വേതാ മേനോന് വലിയൊരു സ്വീകാര്യത തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കേസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥാനങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പലരും മറ്റ് സ്ഥാനങ്ങളിലേക്കും പത്രിക നൽകുന്ന ഒരു സാഹചര്യം. 73ഓളം പത്രികകൾ വന്നിരിക്കുന്ന സാഹചര്യം. ഓഗസ്റ്റ് 15 വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യം. വൈകിട്ടോടെ ഫലപ്രഖ്യാപനമുണ്ടാകും. അവിടെ വിജയം ശ്വേതാ മേനോനാകും എന്നുള്ളൊരു ഭയമാണോ ഇത്തരമൊരു ഗൂഢ നീക്കത്തിന് പിറകിൽ എന്നുള്ളൊരു ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു. എന്തായാലും ശ്വേതാ മേനോൻ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു എതിർപ്പ് അത്തരത്തിലൊരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. കേസുണ്ടെങ്കിൽ കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ, നിയമപരമായി നേരിടാമെന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് നടിയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്.